ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ പാനി എന്ന കവിതയുടെ ആക്ടിവിറ്റീസാണ്. പാനി എന്ന കവിത നമ്മൾ പഠിച്ചതോടൊപ്പം ജലത്തെക്കുറിച്ചുള്ള അമൂല്യമായ കുറേ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററും കൂടിയാണ് പാനി എന്ന് പറയുന്നത്. ഇതിലൂടെ 5th സ്റ്റാൻഡേർഡുകാരായ കുട്ടികൾ അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഈ വർഷം പുതുതായി കുറേ വാക്കുകൾ നിങ്ങൾ പരിചയപ്പെട്ടു. ജീവജാലങ്ങളുടെ കുറേ വസ്തുക്കളുടെ ഒക്കെ പേരുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അവ എന്താണെന്ന് അവയുടെ പേര് എഴുതാനും വായിക്കാനും ഒക്കെ അറിയണം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ചിത്ര ദേഖേം കവിതാസെ സമാൻ ആശയവാലി പങ്ക്തിയാം ജോഡേം. ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. ചിത്രം നോക്കിയിട്ട് കവിതയിൽ നിന്ന് കവിതയ്ക്ക് അനുയോജ്യമായ ആശയം വരുന്ന പങ്ക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വരികൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 ലൈൻസ് ആണ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 2 ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നദിയും തോടും ഒക്കെ ഒഴുകുന്നതായിട്ടുള്ളൊരു ചിത്രമാണ് ആദ്യത്തേത്. അപ്പോൾ നമുക്കവിടെ ഏത് കൊടുക്കാം? പാനി സേ ഹി ബഹത്തെ ചർനെ നദിയാം നാലെ ബഹത്തെ എന്ന് നമുക്ക് എഴുതിക്കൂടെ? 118ാമത്തെ പേജിലെ ആദ്യത്തെ 2 വരി നമുക്കവിടെ കൊടുക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് പിക്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് വിളവുകൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കത് അനുയോജ്യമായിട്ടുള്ള വരി ഏതായിരിക്കും? 118ാമത്തെ പേജിലെ 2nd സ്റ്റാൻസയിൽ പാനി സേ ഹി ഫസലേം ഉഗ്തീം ഹർ വൻ ഉപവൻ ഫൽത്ത. അപ്പോൾ ആ 2 ലൈന് നമുക്കവിടെ എഴുതാനായിട്ട് കഴിയും. അടുത്ത പേജിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പാനി സേ എന്ന് താഴെ എഴുതിയിട്ടുണ്ടല്ലേ. പാനി സേ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്താൽ, വെള്ളം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു 4 സെൻറ്റൻസ് നമുക്കവിടെ തന്നിട്ടുണ്ട്. ചർനെ ബഹത്തെ നദി ഒഴുകുന്നു, നാലെ ബഹത്തെ തോടൊഴുകുന്നു, താല് തലയ ഭർജാത്തി കുളങ്ങളെല്ലാം നിറയുന്നു, ഗാഗർ ബർജാത്തി കുടം നിറയുന്നു. അപ്പോൾ ഇനി നമുക്ക് അവിടെ 4 എണ്ണേ ഉള്ളൂ. നമുക്ക് 2 എണ്ണം കൂടെ ചേർക്കണം. നമുക്കറിയാം, നമ്മുടെ കവിതയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാഠം പഠിച്ചതാണ്, നമുക്ക് കിട്ടും. നമുക്ക് എന്തെഴുതാം? ഫസലേം ഉഗത്തി എന്ന് എഴുതിക്കൂടെ? വിളവുകൾ തഴച്ച് വളരുന്നു. ഉപവൻ ഫൽത്ത എന്ന് എഴുതിക്കൂടെ? സരോവർ ഭർജാത്തെ. അപ്പോൾ വെള്ളത്താൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നദികൾ ഒഴുകുന്നു, തോടുകൾ ഒഴുകുന്നു, കുളങ്ങളും തടാകങ്ങളൊക്കെ നിറയുന്നു, വിളവുകൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്തത് കവിതാക്ക ആശയിലേക്ക്. ഈ കവിതയുടെ ആശയം എഴുതാനാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കവിതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. പാനി ഹർ ബൂന്ത് സേ ബൻതി ഹെ നമുക്ക് എഴുതിക്കൂടെ? വെള്ളം ഓരോ തുള്ളിയാൽ നിർമ്മിതമാണ്. സാഗർ മേം ബി പാനി ഹെ സമുദ്രത്തിലും എന്താണുള്ളത്? ജലമാണുള്ളത്. നഭ് മേം ബാദൽ കെ രൂപ് മേം പാനി ഹെ ആകാശത്തിൽ മേഘത്തിൻ്റെ രൂപത്തിൽ ആരുണ്ട്? പാനിയുണ്ട്. പിന്നെ നമുക്ക് എന്തെഴുതാം? ചർനെ നദിയാം നാലെ പാനി സേ ബഹത്തെ ഹെ എഴുതിക്കൂടെ? അരുവികളും തോടും നദികളും എല്ലാം വെള്ളത്താലാണ് ഒഴുകുന്നത്. താല് തലയ ചീല് സരോവർ എ സഭി പാനി സേ ഭർ രഹത്തെ ഹെ കുളങ്ങളും തടാകങ്ങളുമെല്ലാം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് എഴുതാം പാനി സേ ഫസലേം ഉഗത്തി ഹെ ഉപവൻ ഫൽത്താ ഹെ ഇസ് വസുധ പർ പാനി സേ സബ്കാ ജീവൻ ചൽത്താ ഹെ ഈ ഭൂമിയിൽ എല്ലാവരുടെയും ജീവൻ നിലനിർത്തുന്നത് ജലമാണ്. പാനി ഉത്തമ ധൻ ഹെ പാനി ഉത്തമമായ ഒരു സമ്പത്താണ്. പാനി സേ യേ ജഗ് സുന്ദർ ഹോത്തെ ഹെ ജലത്താൽ ഈ ലോകം സുന്ദരമാകുന്നു. പാനി ജീവൻ ഹെ ഇസലിയെ വെള്ളം ജീവനാണ്. ഇസലിയെ അതുകൊണ്ട് പാനി കി ബചത്ത് കരയും പാനിയെ രക്ഷിച്ചാലും. അപ്പോൾ ഈ തന്നിരിക്കുന്ന വരികളെ നമ്മൾ ഇപ്പോൾ ഗദ്യരൂപത്തിലേക്ക് മാറ്റി അതിൻ്റെ ആശയമാക്കി മാറ്റിയതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതുപോലെ വലിയ ക്ലാസ്സിലേക്ക് എത്തുന്തോറും നമ്മൾ കൂടുതൽ എക്സ്ട്രാ പോയിന്റുകളൊക്കെ ചേർത്തുകൊണ്ട് എഴുതാനായിട്ട് പഠിക്കണം. ഇപ്പോൾ ഇവിടെയുള്ള വരികളെ വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ ഇതൊരു ആശയമാക്കി മാറ്റി തന്നത്. നെക്സ്റ്റ് ആവോ ബചത്ത് കരയും പാനിക്ക് വരൂ ജലത്തെ സംരക്ഷിക്കാം. പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ വെള്ളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാനാണ്. വെള്ളത്തെക്കുറിച്ച് ഒരുപാട് പോയിന്റുകൾ നമുക്ക് എഴുതാൻ കഴിയും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ബോർഡിൽ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രഗീഞ്ചൻ ചിത്രങ്ങൾ ചേർക്കണം. സന്ദേശവാക്യത്തിലേക്ക് സന്ദേശങ്ങളായ വാക്യങ്ങൾ എഴുതണം. ആകർഷകമായിരിക്കണം. അപ്പോൾ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഭംഗി ഉണ്ടാവണം, കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. സന്ദേശവാക്യങ്ങൾ കൊടുക്കണം, ചിത്രം ചേർക്കണം.
അപ്പോൾ ഇവിടെ ജലത്തുള്ളി, ഇപ്പോൾ ടാപ്പിൻ്റെ ഒരു ചിത്രം അവിടെ ഉണ്ട്, നമുക്ക് ജലത്തുള്ളിയെ കൊടുക്കാം. അതുപോലെ വെള്ളം പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് എഴുതാം അല്ലേ. ഇതാ നമുക്കിവിടെ കുറച്ച് പോസ്റ്ററുകൾ കാണാം. ജൽ ഹി ജീവൻ ഹേ, ജലം തന്നെയാണ് ജീവൻ, ഇങ്ങനൊരു പോസ്റ്റർ നമുക്ക് കാണാം. പിന്നെ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, അതും എഴുതാം പോസ്റ്ററായിട്ട്, പോസ്റ്ററിലേക്കുള്ള സെൻറ്റൻസ് ആയിട്ട്. ഇനി നമുക്ക് വേറെ ഒന്ന് നോക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ സബി കാ സഹയോഗ്, പാനി കാ നഹി ഹോഗ ദുരുപയോഗ്, ജലത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത് എന്ന്. പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ, ജലം രക്ഷിച്ചാലും ജീവൻ രക്ഷിച്ചാലും. ജൽ ബച്ചാവോ കൽ ബച്ചാവോ, ജലം സംരക്ഷിക്കൂ നാളെയെ രക്ഷിക്കൂ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പോസ്റ്ററൊക്കെ തയ്യാറാക്കേണ്ടത്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കവിതാസെ സമാനാർത്ഥക് ശബ്ദ ചുനയും അവർ ലിഖേം. കണ്ടോ, കവിതയിൽ നിന്ന് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിത് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം, വരും പരീക്ഷയിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ്, കവിതയിൽ നിന്നും സമാനാർത്ഥക ശബ്ദം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ തുകാന്ത് ശബ്ദം ചോദിച്ചു അല്ലേ, അവസാനം ഒരുപോലെ എൻഡ് ചെയ്യുന്ന തുകാന്ത് ശബ്ദങ്ങൾ. ഇതെന്താണ്, സമാനാർത്ഥക ശബ്ദം. ഇനി സമാൻ ശബ്ദം എന്ന് കണ്ടാൽ ഒരേപോലെയുള്ള വാക്ക്, ഠണ്ടി ഠണ്ടി, അത് സമാൻ ശബ്ദമാണ്. ബഹത്തി ബഹത്തിയൊക്കെ സമാൻ ശബ്ദം. എന്നാൽ തുകാന്ത് ശബ്ദം എന്താണ്, ലഘുത്തെ ഉഗത്തെ അല്ലേ, തേ തേന്ന് അവസാനിച്ചു അങ്ങനെ വരുന്നത്. എന്നാൽ സമാനാർത്ഥക ശബ്ദം എന്താണ്, അത് മൂന്ന് മാറിപ്പോകരുത്, സെയിം അർത്ഥം വരുന്ന വാക്കുകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജംഗൽ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ജംഗൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാം, ഫോറസ്റ്റ്, കാടാണ്. അപ്പം ഫോറസ്റ്റ്, കാട് എന്നതിന് നമ്മളൊരു വാക്ക് ഈ കവിതയിൽ പഠിച്ചിട്ടുണ്ട്, ആ വാക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വാക്ക് തന്നിട്ട് നിങ്ങൾക്ക് മുകളിൽ തന്നിരിക്കുന്ന വരിയിൽ നിന്നും കണ്ടുപിടിക്കാൻ പറയുമ്പം അറിയണം. അപ്പോൾ ജംഗൽ എന്നുള്ളത് നമ്മൾ ഈ കവിതയിൽ പഠിച്ചത് എന്താണ്, വൻ അല്ലേ, വനം, വൻ. ഇനി താലാബ്, താലാബ് എന്നതിന് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ, താൽ തലയ്യ. അതാണ് താലാബ് എന്ന് പറഞ്ഞാൽ കുളമാണല്ലേ. അപ്പം അതിന് പറ്റിയ കവിതയിൽ നമ്മൾ പഠിച്ചത് ഏതാണ്, താൽ തലയ്യ. നെക്സ്റ്റ് സൻസാർ എന്ന് കൊടുത്തിട്ടുണ്ട്. സൻസാർ എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. അപ്പോൾ ലോകത്തിന് ചേരുന്നത് ഏതാണ് നമ്മൾ പഠിച്ചത്, ജഗ്. അപ്പോൾ അടുത്ത് തന്നിരിക്കുന്നത് ധർത്തിയാണ്. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. അപ്പോൾ ഭൂമിക്ക് അനുയോജ്യമായി നമ്മൾ പഠിച്ചത് എന്താണ്, വസുധ. അതുപോലെ മേഘ്, മേഘത്തിന് പറ്റുന്ന വാക്ക് ഏതാണ് നമ്മൾ കവിതയിൽ പഠിച്ചത്, ബാദൽ. അടുത്തത് ബഗീജ എന്ന് വന്നിട്ടുണ്ട്, പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തിന് നമ്മളൊരു പേര് പഠിച്ചല്ലോ, ഉപവൻ. ഇനി സമുദ്രത്തിന് പഠിച്ച പേരെന്താണ്, സാഗർ. അടുത്തത് ആകാശ്, ആകാശത്തിന് നമ്മൾ പഠിച്ചത് ഏതാണ്, നഭ്. അടുത്തത് ജലത്തിന് നമ്മൾ പഠിച്ചത് എന്താണ്, പാനി. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ജംഗൽ, വൻ, താലാബ്, താല് തലയ്യ, ആറ്, ജഗ്, ധർത്തി, വസുധ, മേഘ്, ബാദൽ, ബഗീജ, ഉപവൻ, സമുദ്ര, സാഗർ, ആകാശ്, നഭ്, ജല്, പാനി. ഇനി അടുത്ത പേജുകളിലായി നമുക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങളും തന്നിട്ടുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.